ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈശോ മിശിഹായുടെ പെസഹ രഹസ്യങ്ങളുടെ അനുസ്മരണവും അനുഷ്ഠാനവും ആഘോഷവുമാണ് പരിശുദ്ധ കുർബാന എന്നാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 3 ക്രിയാപദങ്ങൾ: 1 അനുസ്മരണമാണ്, 2 അനുഷ്ഠാനമാണ്, 3 ആഘോഷമാണ്. പെസഹ രഹസ്യങ്ങളുടെ അനുസ്മരണവും അനുഷ്ഠാനവും ആഘോഷവുമാണ് പരിശുദ്ധ കുർബാന. അനുസ്മരണം നടക്കേണ്ടത് ബലിപീഠത്തിനരികിലാണ്, അനുഷ്ഠാനം നടക്കേണ്ടത് ബലിപീഠത്തിലാണ്, ആഘോഷം നടക്കേണ്ടത് ബലിയുടെ ആഘോഷം നടക്കേണ്ടത് ബലിപീഠത്തിലല്ല, ജീവിതത്തിലാണ്. ഇതൊക്കെയാണ് നമ്മൾ കുറച്ച് കാലങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇന്ന് കടന്നു പോകാൻ ശ്രമിക്കുമ്പോൾ അവസാനമായി ഞാൻ പറഞ്ഞ നിർത്തിയെടുത്ത് ഈ ആഴ്ചത്തേത് ആരംഭിക്കുകയാണ്. യഹൂദ പെസഹായുടെ പശ്ചാത്തലത്തിലാണ് ഈശോ തൻ്റെ പെസഹ ആചരിച്ചത് എങ്കിലും യഹൂദ പെസഹായിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ ഈശോ തൻ്റെ പെസഹായിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ യഹൂദ പെസഹായുടെ തുടർച്ചയല്ല കാൽവരിയിലെ ബലി, പ്രത്യുത ക്രിസ്തുവിൻ്റെ പെസഹായുടെ തുടർച്ചയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ യഹൂദ പെസഹായിൽ നിന്ന് ഈശോ തൻ്റെ പെസഹായിൽ വരുത്തിയ മാറ്റങ്ങൾ നമ്മൾ ആഴങ്ങളിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തേത്, ക്രിസ്തുവിൻ്റെ പെസഹ യഹൂദ പെസഹായുടെ പശ്ചാത്തലത്തിലായിരുന്നുവെങ്കിലും ലക്ഷ്യത്തിൽ അടിസ്ഥാനപരമായ മാറ്റമുണ്ടായിരുന്നു. എന്താണ് ലക്ഷ്യം? യഹൂദ പെസഹായുടെ ലക്ഷ്യം ഭൗതികമായ വിമോചനമായിരുന്നു, അടിമത്തത്തിൽ നിന്നുള്ള മോചനം. എന്നാൽ ക്രിസ്തുവിൻ്റെ പെസഹായുടെ ലക്ഷ്യം കേവലം ഭൗതികമല്ല, മനുഷ്യൻ്റെ സമഗ്ര മേഖലകളിലുമുണ്ടാകുന്ന വിമോചനമാണ്. രണ്ടും വിമോചനമാണ്. പക്ഷേ ഒന്ന് ഭൗതികമായ ഒരു അടിമത്തത്തിൽ നിന്നുള്ള മോചനമാണെങ്കിൽ, രണ്ടാമത്തത് ക്രിസ്തുവിൻ്റെ പെസഹായിൽ വരുമ്പോൾ അത് സമഗ്ര മേഖലകളെയും സ്വാധീനിക്കുന്ന സമഗ്രമായൊരു വിമോചനത്തിനാണ് ഇതിൻ്റെ ലക്ഷ്യമായി വയ്ക്കുക. അതാണ് ഒന്നാമത്തത്. നേരത്തെ ഞാനത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. രണ്ടാമതായി ഈശോ വരുത്തിയ മാറ്റം, സാധാരണഗതിയിൽ 13 പേര് ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു പെസഹായിൽ 14 സീറ്റുകൾ ക്രമീകരിക്കുമായിരുന്നു. അദൃശ്യനായി വരുന്ന മിശിഹായ്ക്ക് വേണ്ടിയുള്ള സീറ്റ്, അതാണ് 14ാമത്തെ സീറ്റ്. പക്ഷേ ഈശോയുടെ പെസഹായിൽ 13 പേര്, 12 ശിഷ്യന്മാരും ഈശോയും ഉണ്ടായിരുന്നു. എന്നാലും ഈശോയുടെ പെസഹായിൽ 13 സീറ്റുകൾ മാത്രമേ ഇട്ടുള്ളൂ, 14ാമത്തെ സീറ്റ് ഇട്ടില്ല. ഇടാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇത് പെസഹ ഒരുക്കിയ ശിഷ്യന്മാർക്കറിയാമായിരുന്നു. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് ശമയോൻ പത്രോസ് കെസറിയ ഫിലിപ്പിയിൽ വെച്ച ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് എന്നെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ചോദിക്കുമ്പോൾ നൽകുന്ന ഉത്തരത്തിൽ കിടപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ മിശിഹായ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട, സാധാരണഗതിയിൽ മാറ്റിവെക്കേണ്ട ഒരു കസേര യഥാർത്ഥ മിശിഹായായ ക്രിസ്തു ഇവിടെ സന്നിഹിതനായതുകൊണ്ട് 14ാമതൊന്നിടാതെ 13 കസേര വെച്ച് ആ പെസഹായുടെ ആചരണം ആരംഭിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത്, സാധാരണഗതിയിൽ യഹൂദ പെസഹായിൽ ആ സമൂഹത്തിൽ ആ പെസഹായിൽ പങ്കെടുക്കുന്നവരിലെ ഏറ്റവും എളിയവൻ, ദാസൻ, പെസഹായിൽ പങ്കെടുക്കുന്നവരുടെ മുഴുവൻ പാദവും കഴുകണമായിരുന്നു, എല്ലാവരുടെയും പാദങ്ങൾ കഴുകണമായിരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ പെസഹായിൽ അങ്ങനെയല്ല നടന്നത്. ദാസനല്ല, ഗുരുവാണ് പാദം കഴുകിയത് എന്നതാണ് മൂന്നാമത്തെ അടിസ്ഥാനപരമായ വ്യത്യാസം. ഈ കാലുകഴുകൽ ശുശ്രൂഷ എന്ന് പറയുന്നത് ബലിക്കുള്ള ഒരുക്കവും പൗരോഹിത്യ സ്വീകരണത്തിനുള്ള ഒരുക്കവും എന്ന നിലയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുകൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. വിശദീകരണത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. നാലാമതായി, പെസഹ കുഞ്ഞാടിൻ്റെ ചുട്ടെടുത്ത മാംസം ഭക്ഷിക്കുക എന്നത് പെസഹായുടെ അവിഭാജ്യമായ ഒരു കർമ്മമായിരുന്നു. അത് പെസഹ കുഞ്ഞാടിൻ്റെ മാംസം കഴിക്കാത്ത, ചുട്ടെടുത്ത മാംസം കഴിക്കാത്ത ഒരു പെസഹായെക്കുറിച്ച് യഹൂദന് ചിന്തിക്കാനാവില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ പെസഹായിൽ അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. കാരണം
പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കുന്നത് യഹൂദൻ്റെ കലണ്ടർ അനുസരിച്ച് 1-ാം മാസമായ നിസ്സാൻ മാസം 14-ാം തീയതി ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് ആദ്യത്തെ കുഞ്ഞാടിനെ ബലി കഴിക്കുന്ന സമയം അതാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ പെസഹ നടക്കുന്നത് അതിന് മുൻപാണ്, അതിന് തലേ ദിവസമാണ്. അതുകൊണ്ട് കുഞ്ഞാടിനെ ബലി കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് കുഞ്ഞാടിൻ്റെ മാംസം ഭക്ഷിക്കുവാൻ അവർക്ക് സാധ്യമായിരുന്നില്ല. അതുകൊണ്ടാണ് പെസഹ കുഞ്ഞാടിൻ്റെ മാംസത്തെക്കുറിച്ച് ക്രിസ്തുവിൻ്റെ പെസഹായിൽ ബൈബിളിൽ ഒരിടത്തും പരാമർശം പോലും ഇല്ല എന്നതിൻ്റെ കാരണം അതാണ്. കാരണം അതോട് ചേർന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു, അത് 2 കർമ്മങ്ങളാണ്. യഹൂദ പെസഹായിൽ 2 സ്ഥലത്ത് വെച്ച് നടക്കുന്ന, 2 സമയത്ത് നടക്കുന്ന 2 കർമ്മങ്ങൾ കൂടിച്ചേരുന്നതാണ് യഹൂദ പെസഹ. ഏതൊക്കെയാണ് 2 കർമ്മങ്ങളെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. 1 ബലിയാണ്, രണ്ടാമത്തെ പറഞ്ഞു നോക്കിക്കേ, 2 വിരുന്നാണ്. 1 ബലിയാണ്, 2 വിരുന്നാണ്. ബലി ആയത് വിരുന്ന് ആകാൻ വേണ്ടിയാണ്. ബലി പൂർത്തിയാകുന്നത് അത് വിരുന്നായി മാറുമ്പോഴാണ്. ക്രിസ്തുവിൻ്റെ പെസഹായിൽ ഓർഡർ നേരെ മാറ്റിയിട്ടു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എങ്ങനെയാണ് ഈശോ തൻ്റെ പെസഹായിൽ ഓർഡർ മാറ്റിയിട്ടത്? യഹൂദ പെസഹായുടെ പശ്ചാത്തലത്തിൽ ചെയ്ത ഒരു കർമ്മത്തെ ഒരു നൂതനമായ പെസഹായാക്കി, ക്രിസ്തുവിൻ്റെ പെസഹായാക്കി, ഒരു ചരിത്ര സംഭവമാക്കി അവൻ മാറ്റിയത് ഓർഡർ മാറ്റിക്കൊണ്ടാണ്. എന്തായിരുന്നു ക്രിസ്തുവിൻ്റെ പെസഹായുടെ ഓർഡർ? ആദ്യം വിരുന്നാണ്, പിന്നെയാണ് ബലി. ആദ്യം വിരുന്ന് എവിടെയാണ് ആരംഭിച്ചത്? അത് സഹിയോൻ ഊട്ടുശാലയിലാണ്. വിരുന്ന് ആയത് സഹിയോൻ ഊട്ടുശാലയിലാണെങ്കിൽ അവൻ ബലി ആയി മാറിയത് സഹിയോൻ ഊട്ടുശാലയിലല്ല, പ്രത്യുത കാൽവരിയിലാണ്. ഇതാണ് അടിസ്ഥാനപരമായ വ്യത്യാസം എന്ന് പറയുക. അതെന്തുകൊണ്ടാണ് എന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്രമം മാറ്റി അവിടുന്ന് യഹൂദ പെസഹായ്ക്ക് പകരമായി മറ്റൊരു പെസഹ ആരംഭിച്ചു. ഇനി 6ാമതായി നാം കാണുന്ന അടിസ്ഥാനപരമായ വ്യത്യാസം, പെസഹായുടെ കർമാനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കാതെയാണ് ഈശോ സഹിയോൻ ഊട്ടുശാല വിട്ട് ഗത്സമൻ തോട്ടത്തിലേക്ക് കടന്നു പോകുന്നത്. എന്ന് പറഞ്ഞാൽ യഹൂദൻ്റെ കർമ്മമനുസരിച്ചാണെങ്കിൽ 14 കാര്യങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കണം, അപ്പോഴാണ് പെസഹ പൂർത്തിയാകുന്നത്. എന്നാൽ പാതി വഴിക്ക് വെച്ച് ഈശോ അത് അവസാനിപ്പിച്ച് അവൻ ഗത്സമൻ തോട്ടത്തിലേക്ക് പ്രാർത്ഥനയ്ക്കായി പോവുകയാണ്. ഇത് നമ്മൾ ബൈബിളിൽ കാണുന്നത് മർക്കോസിൻ്റെ സുവിശേഷം, ബൈബിൾ എടുക്കുക, മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായം 24, 25, 26 വാക്യങ്ങളാണ്. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഞാൻ ഇത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി. അപ്പോൾ ഏത് പാനപാത്രമാണ് കുടിക്കാതെ കർത്താവ് പോയത്? സഹിയോൻ ഊട്ടുശാലയിൽ വെച്ച് സഹനത്തിൻ്റെ പാനപാത്രം അവൻ കുടിച്ചില്ല. സഹനത്തിൻ്റെ പാനപാത്രം എന്നറിയപ്പെടുന്ന 4ാമത്തെ കപ്പ് ഭക്ഷിച്ച് അതിനുശേഷം എല്ലാം പൂർത്തിയായി എന്ന് പെസഹായുടെ മുഖ്യ കാർമ്മികത്വം നടത്തുന്ന കുടുംബനാഥൻ പറഞ്ഞു കഴിയുമ്പോഴാണ് ആ വർഷത്തെ പെസഹ പൂർണ്ണമാവുക. അതാണ് അവസാനമായി ആ വാക്ക് കുടുംബനാഥനോ അല്ലെങ്കിൽ പെസഹായുടെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന വ്യക്തിയോ പറയാതെയാണ് ഈ പെസഹ അവസാനിപ്പിച്ചത്. തെത്തലസ്തായി എന്ന് പറഞ്ഞിട്ട് വേണമായിരുന്നു അവസാനിപ്പിക്കാൻ. എല്ലാം പൂർത്തിയായി. കർത്താവ് ഈ കർമ്മം പാതി വഴിയിൽ ഉപേക്ഷിച്ചത് അത് പൂർത്തിയാക്കേണ്ട സ്ഥലം ഗത്സമൻ പൂർത്തിയാക്കേണ്ട സ്ഥലം സഹിയോൻ ഊട്ടുശാലയല്ല, അത് കാൽവരിയാണെന്ന ഉത്തമമായ ബോധ്യം കർത്താവിനുള്ളതുകൊണ്ട് സഹനത്തിൻ്റെ പാനപാത്രം കുടിക്കുന്നത് ഗത്സമൻ തോട്ടത്തിലും കാൽവരിയുടെ മലമുകളിലുമാണ്, അത് സഹിയോൻ ഊട്ടുശാലയിലല്ല. തെത്തലസ്ഥായി പറയേണ്ടത്, പൂർണ്ണമായി എന്ന് പറയേണ്ടത് ഗത്സമൻ തോട്ടത്തിലുമല്ല, സഹിയോൻ ഊട്ടുശാലയിലുമല്ല, അത് കുരിശിലെ അവസാനത്തെ നിമിഷത്തിലാണ്. എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് അവൻ തല ചായ്ച്ച് മരിച്ചു എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ്
പൂർത്തിയാക്കാതെയാണ് കർത്താവ് തൻ്റെ പെസഹ അവസാനിപ്പിക്കുന്നത് സഹീനൂട്ടിശാലയിൽ. ഏഴാമത്തെ കാര്യമെന്ന് പറയുന്നത്, പൂർത്തിയാക്കാതെ കടന്നുപോയത് സഹനത്തിൻ്റെ പാനപാത്രം എന്നറിയപ്പെടുന്ന 4-ാമത്തെ കപ്പ് കർത്താവ് സഹീനൂട്ടിശാലയിൽ വെച്ച് കുടിച്ചില്ല. ഈ 4-ാമത്തെ കപ്പിന് ശേഷം യഹൂദർ ചെയ്യേണ്ടിയിരുന്ന കർമ്മം 136-ാം സങ്കീർത്തനം ആലപിക്കുക എന്നുള്ളതായിരുന്നു. 136-ാം സങ്കീർത്തനം സഹീനൂട്ടിശാലയിൽ വെച്ച് അവിടുന്ന് ആലപിച്ചില്ല. എല്ലാ വർഷവും അനുഷ്ഠിക്കാനായി ദൈവം കൽപ്പിച്ചരുളിയ പെസഹ പൂർത്തിയായി എന്ന പ്രഖ്യാപനവും നടത്താതെയാണ് കർത്താവ് പോയത്. യഹൂദ പെസഹായുടെ ക്രമവും തമ്പുരാൻ മാറ്റി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ മാറ്റം ക്രിസ്തു തൻ്റെ പെസഹായിൽ വരുത്തി. കാലാകാലങ്ങളിലായുള്ള യഹൂദൻ്റെ പെസഹായുടെ ആചരണം 2 സ്ഥലത്ത് 2 സമയത്തായി നടത്തുന്ന 2 കർമ്മങ്ങൾ കൂടിച്ചേരുന്നതായിരുന്നു എന്ന് മനസ്സിലാകും. ഏതൊക്കെയാണ് ഈ 2 കർമ്മങ്ങൾ? അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒന്ന്, പെസഹ കുഞ്ഞാടിനെ കൊല ചെയ്യുന്ന ബലിയാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, പെസഹ കുഞ്ഞാടിൻ്റെ മാംസം ഭക്ഷിക്കുന്ന വിരുന്ന് ആണ്. ബലി നടക്കുന്നത് ജെറുസലേം ദേവാലയത്തിലും വിരുന്ന് നടക്കുന്നത് ജെറുസലേം ദേവാലയത്തിന് പുറത്ത് സ്വന്തം ഭവനങ്ങളിലോ സൗകര്യപ്രദമായ മറ്റേതെങ്കിലും അലങ്കൃതമായ മുറിയിലോ വെച്ചാണ് പെസഹായുടെ വിരുന്ന് നടക്കേണ്ടത്. എന്നാൽ ക്രിസ്തുവിൻ്റെ ബലിയിലേക്ക് വരുമ്പോൾ ഓർഡർ നേരെ മാറ്റി എന്നത്. ബലി ആയത് വിരുന്നാകുമ്പോൾ യഹൂദ പെസഹ പൂർത്തിയാകുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ പെസഹായിൽ വിരുന്നായത് ബലിയായി മാറുമ്പോൾ, കാൽവരിയിൽ ബലിയായി മാറുമ്പോൾ അത് പൂർണ്ണമാവുകയാണ്. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ബലി ആയത് വിരുന്ന് ആകാൻ വേണ്ടിയാണ് യഹൂദ പെസഹായെങ്കിൽ ക്രിസ്തുവിൻ്റെ പെസഹായിൽ വിരുന്നായത് ബലിയാകാനാണ്. അതുകൊണ്ടാണ് അൾത്താരയിൽ പറയുന്നത് ജീവിതത്തിൽ പൂർത്തിയാക്കുമ്പോഴാണ് ക്രൈസ്തവൻ്റെ ബലി അവസാനിക്കുന്നത് എന്ന് പറയുക. അതുകൊണ്ടാണ് ബലിയുടെയും ബലി ജീവിതത്തിൻ്റെയും രൂപരേഖ ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നത്. സഹന വഴികളിലൂടെ കടന്നു പോകുന്നവർക്ക് ഈ ഒരു മർമ്മം മനസ്സിലായാൽ ജീവിതത്തിൽ വളരെ മുന്നോട്ട് പോകാനും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അതിജീവിക്കാനുമുള്ള കരുത്തുണ്ടാകുമെന്ന ഉത്തമമായ ബോധ്യം കൊണ്ടാണ് ഞാൻ ഈ വാക്ക് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ബലി ആയത് വിരുന്നാകാനാണ് പഴയ നിയമത്തിലെങ്കിൽ, പുതിയ നിയമത്തിൽ വിരുന്നായത് ബലി ആയിത്തീരാനാണ്. ബലി ആയിത്തീരുന്നതാണ് യഥാർത്ഥത്തിൽ ബലിജീവിതം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ബലിജീവിതം നയിക്കുന്നവരുടെ ബലമാണ് ദിവ്യകാരുണ്യം. ബലി ആയിത്തീരാനുള്ള ബലം നൽകുന്നതും ദിവ്യകാരുണ്യം. ഒന്ന് പറയാമെന്ന് നോക്കിക്കേ. ബലിജീവിതം നയിക്കുന്നവരുടെ ബലമാണ് ദിവ്യകാരുണ്യം. ബലി ആയിത്തീരാനുള്ള ബലം നൽകുന്നതും ദിവ്യകാരുണ്യം. ഇതാണ് സത്യം. അതുകൊണ്ടാണ് ബലിയും ബലിജീവിതവും ഒന്നാണെന്നും ബലിയുടെ തുടർച്ചയാണ് നമ്മുടെ ജീവിതമെന്നും അത് ബലിജീവിതമാണെന്നും ഈ ബലിജീവിതമാണ് ജീവിതത്തെ മഹത്വത്തിലേക്ക് എത്തിക്കുന്നതെന്നും ഒക്കെ സൂചിപ്പിക്കാൻ ശ്രമിക്കുക. ലൂക്കയുടെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ, ലൂക്കയുടെ സുവിശേഷം 14:16, അവിടെ ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു വിരുന്നിനെ കുറിച്ച് പറയുന്നുണ്ട്. ലോക ചരിത്രത്തിൽ അതുപോലെ ഒരു വിരുന്ന് ഉണ്ടായിട്ടില്ല. അതെങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? ഒരിക്കൽ ഒരുവൻ ഒരു വിരുന്ന് നടത്തി. ഒരിക്കൽ ഒരുവൻ ഒരു വിരുന്ന് നടത്തി. ഒരിക്കൽ മാത്രം, ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം ഒരുവൻ നടത്തി ഒരേ ഒരു ബലി. ഏതാണ് ആ ബലി? അവിടെ സമാനതകളില്ലാത്ത വിരുന്ന് എന്ന് ഞാൻ സൂചിപ്പിക്കുമ്പോൾ, ലോകത്തിൽ ഏതെല്ലാം വിരുന്ന് സൽക്കാരങ്ങളിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും വിളിച്ചവർക്ക് ആതിഥേയൻ തൻ്റെ ശരീരം മുറിച്ചു കൊടുത്ത് വിരുന്നൊരുക്കിയിട്ടില്ല. വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർക്ക് ഭക്ഷണമായി നൽകുന്നത് സ്വന്തം ശരീരം മുറിച്ച് കൊടുത്ത ഒരു വിരുന്ന് ലോക ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല.
എന്നാൽ ക്രിസ്തുവിൻ്റെ ബലിയിൽ നടക്കുന്നത് എന്താണ് എന്ന് നോക്കുക. അതാണ് സമാനതകളില്ലാത്ത ബലി, സമാനതകളില്ലാത്ത വിരുന്ന് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. അത് ക്രിസ്തുവിൻ്റെ പെസഹായിലെ ബലിയും അതിൻ്റെ തുടർച്ചയായ പരിശുദ്ധ കുർബാനയിലുമാണ് അത് നമ്മൾ കാണുക. ആതിഥേയൻ തൻ്റെ ശരീരം മുറിച്ച് വിളമ്പിയ ഒരു വിരുന്നായിരുന്നു അത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു വിരുന്നിന് നമ്മളെ ക്ഷണിച്ചാൽ വിരുന്ന് നടത്തുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് ചെന്നാൽ വിരുന്നിൽ പങ്കുചേരാം. ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് നമ്മളെ വിളിച്ചെന്ന് കരുതുക. അത് 11-ാം തീയതി ആണ്, മാർച്ച് മാസം 11-ാം തീയതിയാണ് ബർത്ത്ഡേ. അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് പ്രോഗ്രാം പാർട്ടി നടക്കുന്നത്. വളരെ കാര്യമായി തന്നെ നമ്മളെ വന്ന് വിളിച്ചതാണ്. നമ്മൾ പോകണം. നമ്മൾ പോകുന്നു. ആ പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് ചെന്നാൽ എനിക്ക് ആ വിരുന്നിൽ പങ്കുചേരാം. ഒരാഴ്ച കഴിഞ്ഞിട്ട് ബർത്ത്ഡേക്ക് അന്ന് വിളിച്ചായിരുന്നു, അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ചെന്നാൽ ഭക്ഷണം തരുമായിരിക്കും, പക്ഷേ ഈ ബർത്ത്ഡേ പാർട്ടിയുടെ വിരുന്നിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. ഇനി പറഞ്ഞ സ്ഥലത്ത് ചെല്ലണം, പറഞ്ഞ സമയത്ത് ചെല്ലണം. പാർട്ടി നടക്കുന്ന സമയത്ത് ഞാൻ ക്ഷണിക്കപ്പെട്ടയാളാണ്, പക്ഷേ ഞാൻ അതിന് പോകാതെ ഞാൻ എൻ്റെ മുറിയിൽ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ആ പാർട്ടിയിൽ പങ്കെടുക്കാനാവില്ല. ലോകത്തുള്ള എല്ലാ വിരുന്നുകളിലും ഇങ്ങനെയാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ വിരുന്നിൽ പരിശുദ്ധ കുർബാനയിലേക്ക് വരുമ്പോൾ എന്താണ് അടിസ്ഥാനപരമായ മാറ്റം? ക്രിസ്തുവിൻ്റെ പെസഹായിൽ ഈ വിരുന്നിൽ ആർക്കും ഏത് സമയത്തും എവിടെ ഇരുന്നാലും പങ്കെടുക്കാൻ പറ്റും. തൻ്റെ ശരീരരക്തങ്ങൾ മുറിച്ച് വിളമ്പുന്ന ക്രിസ്തുവിൻ്റെ ബലിയിൽ ലോകത്തിൽ എവിടെ ഇരുന്നാലും എവിടെ ആയിരിക്കുന്നവനും അതിൽ പങ്കെടുക്കാൻ പറ്റും. ഏത് സമയത്തും പങ്കെടുക്കാൻ പറ്റും. കാരണം ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് ലോകത്തിൽ നിലവിലുള്ള 6 ലക്ഷത്തിലധികം വരുന്ന പുരോഹിതർ ഒരു ബലി എന്ന വണ്ണം അർപ്പിച്ചാൽ തന്നെ 6 ലക്ഷത്തിലധികം ബലികൾ ഒരു ദിവസം നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബലി ആരംഭിച്ച് ആ ബലി പൂർത്തിയാക്കുന്നതിന് മുൻപ് എത്രയോ അൾത്താരകളിൽ ബലി ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും ഈ വിരുന്നിങ്ങനെ നടക്കുകയാണ്. ഈ വിരുന്ന് നടക്കുകയാണ്. ലോകത്തിൽ എവിടെ ആയിരിക്കുന്ന ഒരു വ്യക്തിക്കും പങ്കെടുക്കാൻ പറ്റുന്ന വിധത്തിൽ എല്ലായിടത്തും ഈ വിരുന്ന് ഒരേപോലെ നടക്കുകയാണ്. അതാണ് ഒരുവൻ ഒരിക്കൽ ഒരു വിരുന്ന് നടത്തി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഒരുവൻ ഒരിക്കൽ മാത്രം നടത്തിയ വിരുന്ന്. ആ വിരുന്ന് മറ്റു വിരുന്നുകളുമായി സമാനതകളില്ലാത്ത ഒരു വിരുന്നാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. അൾത്താരയിലെ ഈ ബലി എന്നും ജീവിതത്തിൽ തുടരുവാൻ വേണ്ടി ദൈവം നമുക്ക് തന്ന ബലിയും വിരുന്നും സാന്നിധ്യവുമാണ് പരിശുദ്ധ കുർബാന എന്നതാണ് യാഥാർത്ഥ്യം. പഴയ നിയമത്തിലെ ദിവ്യകാരുണ്യ പ്രതീകങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ പെസഹായോടുകൂടെ ഒരു ചരിത്ര സംഭവമായി മാറി. യഹൂദ പെസഹ അതോടെ അതിൻ്റെ പരിസമാപ്തിയിലെത്തുകയാണ്. ഇനി അതിന് പകരമായി പുതിയൊരു പെസഹ ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ നമ്മൾ കണ്ട എല്ലാ ദിവ്യകാരുണ്യ പ്രതീകങ്ങളും ഒരു നിമിഷത്തിലേക്ക് ഒരുങ്ങി വരികയായിരുന്നു. അതാണ് ക്രിസ്തുവിൻ്റെ പെസഹ സംഭവങ്ങളിൽ മാത്രമാണ് അത് പൂർത്തീകരിക്കപ്പെടുക. നമുക്കറിയാം, പഴയ നിയമം മുഴുവൻ പുതിയ നിയമത്തിന് വേണ്ടിയുള്ള ഒരുക്കം ആയിരുന്നു. പഴയ നിയമം മുഴുവൻ പുതിയ നിയമത്തിന് വേണ്ടിയുള്ള ഒരുക്കമായിരുന്നു. പുതിയ നിയമം എന്ന് പറയുന്നത്, പുതിയ നിയമത്തിൻ്റെ ആദ്യത്തെ 30 വർഷം എന്ന് പറയുന്നത് ഈശോയുടെ രഹസ്യജീവിത കാലഘട്ടമാണ്. ആ രഹസ്യജീവിത കാലഘട്ടം 3 വർഷത്തെ പരസ്യജീവിതത്തിനുള്ള ഒരുക്കം ആയിരുന്നു. 3 വർഷത്തെ പരസ്യജീവിതം 3 ദിവസങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കമായിരുന്നു. ആ 3 ദിവസങ്ങളാണ് ക്രിസ്തുവിൻ്റെ പെസഹ ത്രിദിനങ്ങൾ. ക്രിസ്തുവിൻ്റെ പെസഹ ത്രിദിനങ്ങൾ എന്ന് 3 ദിവസങ്ങൾ, പെസഹ ത്രിദിനങ്ങൾ എന്ന് പറഞ്ഞാൽ തിരുവത്താഴത്തിൽ ആരംഭിച്ച് പുനരുത്ഥാനത്തിൽ പൂർത്തിയായ 3 ദിവസങ്ങളിലെ സംഭവങ്ങളാണ് ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യങ്ങൾ. അത്
പഴയ നിയമം മുഴുവൻ പുതിയ നിയമത്തിനുള്ള ഒരുക്കം, പുതിയ നിയമത്തിലെ ആദ്യത്തെ 30 വർഷമാകുന്ന രഹസ്യ ജീവിതം, 3 വർഷത്തിൻ്റെ പരസ്യ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കം, 3 വർഷത്തെ പരസ്യ ജീവിതം, 3 ദിവസങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കം. അതാണ് ക്രിസ്തുവിൻ്റെ പെസഹ ത്രിദിനങ്ങൾ. ആ 3 ദിവസങ്ങൾ 1 മണിക്കൂറിന് വേണ്ടിയുള്ള ഒരുക്കമായിരുന്നു. 1 മണിക്കൂറിന് വേണ്ടിയുള്ള ഒരുക്കം. ഏതാണ് ആ മണിക്കൂർ? ആ മണിക്കൂറാണ് മനുഷ്യവംശത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ മണിക്കൂർ. അതാണ് മനുഷ്യനെ രക്ഷിച്ച മണിക്കൂർ. കാലം കാത്തിരുന്ന മണിക്കൂർ അതാണ്. ഒരു ചരിത്ര മുഹൂർത്തമാണത്. മനുഷ്യവംശത്തിന് നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ക്രിസ്തു കാൽവരിയിൽ ബലിയായി മാറിയ മണിക്കൂറാണ് ആ 1 മണിക്കൂർ. ആ 1 മണിക്കൂർ എന്ന് പറയുന്നത് യഹൂദൻ്റെ കലണ്ടർ അനുസരിച്ച് 1-ാം മാസമായ നിസാൻ മാസം 14-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ആരംഭിക്കുന്ന മണിക്കൂറാണ് ഈ കാലത്തിൻ്റെ മണിക്കൂർ. ആ മണിക്കൂറിലാണ് ക്രിസ്തുവിൻ്റെ മണിക്കൂർ സന്ധിച്ചപ്പോഴാണ് വീണ്ടെടുപ്പിൻ്റെ മണിക്കൂറിനായുള്ള ക്രിസ്തുവിൻ്റെ ബലി കാൽവരിയിൽ പൂർത്തിയായ മണിക്കൂർ. അതുകൊണ്ടാണ് കാലത്തിൻ്റെ മണിക്കൂറും ക്രിസ്തുവിൻ്റെ മണിക്കൂറും പൂർത്തിയായ മണിക്കൂറാണ് മനുഷ്യവംശത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ മണിക്കൂർ. ആ 1 മണിക്കൂറിൻ്റെ കൃപ കൊണ്ടാണ് നമ്മളെല്ലാം രക്ഷിക്കപ്പെടുന്നത്. ഞാനതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, ഈശോ മിശിഹായുടെ രക്ഷാകരമായ പീഡാസഹനത്തിൻ്റെയും കുരിശു മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും അനന്തമായ യോഗ്യതയാൽ രക്ഷിക്കപ്പെട്ടവരാണ് നമ്മൾ. ഒന്നുകൂടി പറയാമോ? നോക്കിക്കുകയും, ഈശോ മിശിഹായുടെ രക്ഷാകരമായ പീഡാസഹനത്തിൻ്റെയും കുരിശു മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും അനന്തമായ യോഗ്യതയാൽ രക്ഷിക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പം നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം ക്രിസ്തുവിൻ്റെ മരണമാണ്, പീഡാസഹനമാണ്, അവൻ്റെ ഉത്ഥാനമാണ്. അതുകൊണ്ടാണ് ഇത് ചരിത്രത്തിൻ്റെ മർമ്മമായി മാറുന്നു എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈ ഒരു ചരിത്ര സംഭവം കാലത്തിൻ്റെ മണിക്കൂറും ക്രിസ്തുവിൻ്റെ മണിക്കൂറും സന്ധിച്ച മണിക്കൂറിലാണ് നടന്നത്. അത് മനുഷ്യവംശത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ മണിക്കൂറാണ്. കാലം കാത്തിരുന്ന 1 മണിക്കൂറാണ്. പാപമോചനത്തിനായി ലോകത്തിൽ അർപ്പിച്ചിട്ടുള്ള ലക്ഷണയുക്തമായ ഏക പ്രജാപതി യാഗമാണ് ആ മണിക്കൂറിൽ നടന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ചരിത്രപുരുഷനായ ഈശോ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന രാത്രിയിൽ ആരംഭിച്ച പെസഹായെക്കുറിച്ച് സമാന്തര സുവിശേഷങ്ങളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിളിൽ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 17 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് റെഫറൻസ് എഴുതിപ്പോയാൽ മതി. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ, മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ 26 വരെ, ലൂക്കയുടെ സുവിശേഷത്തിൽ 22-ാം അധ്യായം 7 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 19-ാം അധ്യായം 14 മുതൽ 37 വരെയുള്ള വാക്യം. ഞാനത് വളരെ ബോധപൂർവമാണ് ഈ 4 റെഫറൻസ് പറഞ്ഞത്. കാരണം ഈ തിരുവത്താഴത്തിലും കാൽവരിയിലെ ബലിയിലും പങ്കുചേർന്നവർ ഈ സംഭവങ്ങളെ വിവരിക്കുന്നത് 2 വിധത്തിലാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. സമാന്തര സുവിശേഷങ്ങളിൽ മത്തായി, മർക്കോസ്, ലൂക്ക എന്നിങ്ങനെയുള്ള 3 സുവിശേഷങ്ങളിൽ അവർ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അവർ പങ്കുചേർന്ന പെസഹായെക്കുറിച്ചാണ്, ക്രിസ്തുവിൻ്റെ പെസഹ രാത്രിയിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചാണ്. എന്നാൽ യോഹന്നാൻ പെസഹായിൽ പങ്കെടുത്തയാളാണ്. പക്ഷേ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പെസഹായുടെ സംഭവങ്ങൾ അതിൻ്റെ ഓരോന്നിനെക്കുറിച്ച് പറയുന്നതിന് പകരം ഊന്നൽ കൊടുക്കുന്നത് വളരെ പ്രത്യേകമായി കാൽവരിയിലെ ബലിയിലാണ്. ഇത് 2ലും പങ്കുചേർന്നവൻ പറയുന്നതാണ് കൂടുതൽ വ്യക്തതയോടെ നമ്മൾ സ്വീകരിക്കേണ്ടത്. ആ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് ബലി ആകുന്നതിന് വേണ്ടിയാണ് അവൻ ആദ്യം വിരുന്ന് നടത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വിരുന്ന് ആയത് ബലി ആകാൻ വേണ്ടിയാണ്. 2ലും പങ്കെടുത്തവൻ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കാൽവരിയിലെ ബലിക്കാണ് എന്നത് ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ടാണ്
തിരുവത്താഴത്തിൽ ആരംഭിച്ച് കാൽവരിയിലെ ബലിയിൽ പൂർത്തിയായ ഈശോയുടെ പെസഹ സംഭവത്തിൻ്റെ ഒന്നാം ഭാഗമാണ് തിരുവത്താഴത്തിൽ നടന്നത്. അതാണ് സമാന്തര സുവിശേഷകന്മാർ പറയുന്നത്. തിരുവത്താഴത്തിൻ്റെ പൂർത്തീകരണമായ കാൽവരി കുരിശിലെ ബലിക്ക് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ പ്രാധാന്യം നൽകുന്നു. തിരുവത്താഴത്തിൽ മാത്രം പങ്കുചേർന്ന വിശുദ്ധ മത്തായിയും മർക്കോസും തങ്ങൾ ദൃക്സാക്ഷികളായ പെസഹ ആചരണത്തിന് തങ്ങൾ എഴുതിയ സുവിശേഷങ്ങൾ പ്രാധാന്യം കൊടുത്തു. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിൻ്റെ ബലിക്കാണ് കൂടുതൽ പ്രാധാന്യം. എന്ന് പറഞ്ഞാൽ വിരുന്ന് പൂർത്തിയാകുന്നത് ബലിയിലാണ് എന്നാണ് ഞാനീ പറയുന്നതിൻ്റെ അർത്ഥം. പരിശുദ്ധ കുർബാനയുടെ സ്ഥാനം എവിടെയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. 2 സമയങ്ങളിലും 2 സ്ഥലങ്ങളിലുമായി പൂർത്തിയാക്കിയ ഒരു ചരിത്ര സംഭവമായിരുന്നു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനവും അതിൻ്റെ പൂർത്തീകരണമായ കാൽവരി ബലിയും വിരുന്നുമായിരുന്നു യഹൂദ പെസഹ. വിരുന്നും ബലിയുമാണ് ക്രിസ്തുവിൻ്റെ പെസഹ എന്ന് പറഞ്ഞത് ഇപ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമായി എന്ന് ഞാൻ കരുതുകയാണ്. ഈശോയുടെ പെസഹായും അതിൻ്റെ തുടർച്ചയും പുനരവതരണവുമായ പരിശുദ്ധ കുർബാന പഴയ നിയമ പെസഹായുടെ തുടർച്ചയല്ല, പ്രത്യുത ക്രിസ്തുവിൻ്റെ പുതിയ പെസഹായുടെ അനുസ്മരണവും അനുഷ്ഠാനവും ആഘോഷവുമാണ്. ഞാൻ ആദ്യം പറഞ്ഞ വാക്യം ഈശോ മിശിഹായുടെ പെസഹാ രഹസ്യങ്ങളുടെ ഈശോ മിശിഹായുടെ പെസഹാ രഹസ്യങ്ങളുടെ അനുസ്മരണവും അനുഷ്ഠാനവും ആഘോഷവുമാണ് പരിശുദ്ധ കുർബാന. ക്രിസ്തുവിൻ്റെ പുതിയ പെസഹായുടെ അനുസ്മരണവും അനുഷ്ഠാനവും ആഘോഷവുമാണ് പരിശുദ്ധ കുർബാന. ഒരു വീണ്ടെടുപ്പിൻ്റെ മണിക്കൂർ എന്നത് മർമ്മപ്രധാനമാണ്. ആ വീണ്ടെടുപ്പിൻ്റെ മണിക്കൂർ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അത് നിസാൻ മാസം 14-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ആരംഭിക്കുന്ന മണിക്കൂറാണ്. ആ മണിക്കൂറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാലത്തിൻ്റെ മണിക്കൂർ എന്ന് അതിനെ വിളിക്കാനുള്ള കാരണം യഹൂദ പെസഹായിലെ പെസഹ കുഞ്ഞാടിനെ ബലി ചെയ്ത് തുടങ്ങുന്ന മണിക്കൂറാണ് ഈ മണിക്കൂർ. നിസാൻ മാസം 14-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ആരംഭിക്കുന്ന മണിക്കൂർ. അവിടെയാണ് പെസഹ കുഞ്ഞാടിനെ ബലി ചെയ്ത് തുടങ്ങുന്ന മണിക്കൂർ. ഈശോയുടെ കാലഘട്ടത്തിൽ 2 ലക്ഷത്തിലധികം പെസഹ കുഞ്ഞാടുകളെ ജെറുസലേം ദേവാലയത്തിൽ അന്നേ ദിവസം ബലി കഴിക്കണമായിരുന്നു. ബെസെയ്ദാ കുളത്തിൽ കഴുകി ശുദ്ധീകരിച്ച് അജകവാടത്തിലൂടെ ജെറുസലേം ദേവാലയത്തിലേക്ക് അങ്കണത്തിലേക്ക് കൊണ്ടുപോകുന്ന നിരനിരയായി കൊണ്ടുപോകുന്ന പെസഹ കുഞ്ഞാടുകൾ ബലിപീഠത്തിനരികിലേക്ക് ജെറുസലേം ദേവാലയത്തിലേക്ക് എത്തുന്ന അതേ സമയത്ത്, ശരിക്കും ശ്രദ്ധിക്കുക, അതേ സമയത്ത് യഥാർത്ഥ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ജെറുസലേം കോട്ടയുടെ മറ്റൊരു കവാടത്തിലൂടെ ആ സമയത്ത് പുറത്തേക്ക് പോയി. പെസഹ കുഞ്ഞാടുകൾ ജെറുസലേം ദേവാലയത്തിലേക്ക് അജകവാടത്തിലൂടെ കടന്നു വരുന്ന ആ സമയത്ത് യഥാർത്ഥ പെസഹ കുഞ്ഞാടായ ഈശോ മറ്റൊരു കവാടത്തിലൂടെ ജെറുസലേം കോട്ടയ്ക്ക് പുറത്തേക്ക് പോയി. ആദ്യത്തെ കുഞ്ഞാടിൻ്റെ കഴുത്തിൽ കത്തി വീണ ആ സമയത്തുള്ള പെസഹ കുഞ്ഞാടിൻ്റെ നിലവിളിയും ഈശോയുടെ കൈകാലുകളിൽ ആണിയടിച്ച് കയറ്റുമ്പോഴുണ്ടായ ആ നിലവിളിയും ഒരേ മലയുടെ മുകളിൽ ഒരേ സമയത്ത് മുഴങ്ങി. ഇതാണ് കാലത്തിൻ്റെ മണിക്കൂറും ക്രിസ്തുവിൻ്റെ മണിക്കൂറും സന്ധിച്ച മണിക്കൂർ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. കാലത്തിൻ്റെ മണിക്കൂർ കടന്നുപോയാൽ പോരാ. കാലത്തിൻ്റെ മണിക്കൂർ കടന്നു പോകുന്ന അതേ സമയത്ത് ക്രിസ്തുവിൻ്റെ മണിക്കൂറും അവനൊരു മണിക്കൂറിന് വേണ്ടിയുള്ള ഒരുക്കത്തിലായിരുന്നു. എൻ്റെ സമയം ഇനിയും ആയില്ല എന്ന് പറയുന്ന രംഗമുണ്ട്. ഇതാ സമയമായി എന്ന് ചിന്തിക്കുന്ന സമയമുണ്ട്. ആ സമയമായി എന്ന്, അത് പൂർണ്ണമായി എന്ന് കഴിയുമ്പോഴാണ് എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് അവൻ മരിക്കുന്നത്. കാലത്തിൻ്റെ മണിക്കൂറും ക്രിസ്തുവിൻ്റെ മണിക്കൂറും സന്ധിക്കുന്ന മണിക്കൂറിലാണ് കാൽവരിയിൽ ബലി നടന്നത്. ആ ബലിയാണ് ഇന്ന് അൾത്താരകളിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത്, ലോകത്തിൽ എവിടെ അർപ്പിക്കുന്ന ബലിയിലും പങ്കെടുക്കാൻ ഏത് അൾത്താരയുടെ ചുവട്ടിൽ വന്നു നിൽക്കുന്നുവോ അപ്പോൾ നീ ആയിരിക്കുന്നത് കാൽവരിയിലെ കുരിശിൻ്റെ ചുവട്ടിലാണ് എന്ന്. നമ്മുടെ ഇടവക ദേവാലയങ്ങളിൽ അല്ലെങ്കിൽ ബലിയർപ്പിക്കുന്ന ദേവാലയങ്ങളിൽ
ബലിയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, നമ്മൾ നിൽക്കുന്നത് ഈശോയുടെ കാൽവരിയിലെ കുരിശിൻ്റെ ചുവട്ടിലാണ്. അത് വേറൊരു തലത്തിലേക്ക് നമ്മളെ എത്തിക്കും. സ്ഥലകാല ബോധമുള്ളവരാകുക എന്നൊരു വാക്കാണ് ഈ നാളുകളിൽ ഞാനിങ്ങനെ ധ്യാന വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി സ്ഥലകാല ബോധമുള്ളവനാകണം. ഒരു കല്യാണ വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറുകയാണ്. ഒരു മരിച്ച വീട്ടിലാണ് നമ്മൾ ചെന്ന് നിൽക്കുന്നതെങ്കിൽ അതനുസരിച്ച് നമ്മുടെ മനസ്സും നമ്മുടെ രീതികളും മാറും. ബലിയർപ്പിക്കാൻ വേണ്ടി ബലിപീഠത്തിന് അരികിൽ വന്ന് നിൽക്കുമ്പോൾ ചന്ത നിൽക്കുന്ന പോലെ നിൽക്കാനാവില്ല. തിയേറ്ററിൽ പോയി ഇരിക്കുന്ന പോലെ ഇരിക്കാനാവില്ല. അതുകൊണ്ടാണ് ഈ സ്ഥലകാല ബോധം ഉണ്ടാവുക. അവൻ്റെ കാൽവരിയിലെ ബലി, അതിൻ്റെ അനന്തമായ യോഗ്യത കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് യോഹന്നാനും പരിശുദ്ധ അമ്മയ്ക്കും പ്രാപിച്ചതുപോലെ, കിട്ടിയതുപോലെ ഇന്ന് ഈ ബലിയിൽ നിന്ന് ആ ഫലം ഞാൻ സ്വീകരിക്കണമെങ്കിൽ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന മനോഭാവത്തോടെ വേണം അൾത്താരയുടെ ചുവട്ടിൽ നിൽക്കാൻ. ഇതാണ് ഈ നാളുകളിൽ ഞാനിങ്ങനെ പ്രാർത്ഥനാപൂർവം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. സ്ഥലകാല ബോധമുള്ളവരായാൽ പരിശുദ്ധ കുർബാന അനുഭവമായി മാറും. സ്ഥലകാല ബോധമുള്ളവരാവുക. ക്രിസ്തുവിൻ്റെ ബലിയുടെ തുടർച്ച പരിശുദ്ധ കുർബാനയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധ കുർബാന ദൈവം നൽകുന്ന ഏറ്റവും വലിയ ദാനങ്ങളിലൊന്നാണ് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ലോകം വിട്ട് പിതാവിൻ്റെ പക്കലേക്ക് പോകാൻ നേരം ഈശോ 3 അമൂല്യമായ സമ്മാനങ്ങൾ നൽകിയത്. 1 പരിശുദ്ധ അമ്മയാണ്, 2 പരിശുദ്ധാത്മാവാണ്, 3 പരിശുദ്ധ കുർബാനയാണ്. ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും മർമ്മപ്രധാനമായതാണ് പരിശുദ്ധ കുർബാന. ഈ പരിശുദ്ധ കുർബാനയിലാണ് ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരം ഞാൻ കണ്ടെത്തേണ്ടത്. എൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഞാൻ കണ്ടെത്തേണ്ടത് ഞാൻ അർപ്പിക്കുന്ന, ഞാൻ പങ്കുചേരുന്ന എൻ്റെ ബലിയിൽ നിന്നാണ്. അതുകൊണ്ടാണ് ബലി ജീവിതം നയിക്കുന്നവരുടെ ബലമാണ് ദിവ്യകാരുണ്യം. ബലിയായിത്തീരാനുള്ള ബലം നൽകുന്നതും ഇതേ ദിവ്യകാരുണ്യമാണ്. ദൈവം നമുക്ക് നൽകിയ ഈ അവർണ്ണനീയമായ ദാനത്തെ ഓർത്ത് ദൈവത്തോട് നമുക്ക് നന്ദി പറയണം. പരിശുദ്ധ കുർബാനയുടെ അർപ്പണ നിമിഷങ്ങളിൽ സ്വർഗവാസികളെല്ലാം ബലിപീഠത്തിനരികിൽ വന്നു നിൽക്കുന്നു. കാരണം മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടിയുള്ള ആ ഒരു ബലി, അത് സംഭവിക്കാൻ വേണ്ടി മനുഷ്യരുടെ രക്ഷ നടക്കുന്നത് കാണാൻ സ്വർഗവാസികൾ കാലങ്ങളായി കാത്തിരിക്കുകയായിരുന്നു. സ്വർഗം ഇവിടെ സന്നിഹിതമാണ്. ബലിപീഠത്തിനരികിൽ സ്വർഗം സന്നിഹിതമാണ്. ഭൂവാസികൾ അവരുടെ സങ്കടങ്ങളുമായി, അവരുടെ ജീവിതത്തിൻ്റെ സമസ്ത കാര്യങ്ങളുമായി ഈ അൾത്താരയുടെ മുൻപിൽ വരുന്നു. സ്വർഗവാസികളും ഭൂവാസികളും ഒന്നുചേർന്ന് ദൈവത്തെ ആരാധിക്കുകയാണ്. ആരാധന സമൂഹമായി നമ്മൾ രൂപാന്തരപ്പെടുകയാണ്. ആരാധിക്കുന്ന സമൂഹത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ അനർഗളമായി വർഷിക്കുന്നു. ഓരോ പരിശുദ്ധ കുർബാനയും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി മാറുന്നു, നമ്മുടെ ഏറ്റവും വലിയ ബലമായി മാറുന്നു. ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും മനുഷ്യന് പരിഹരിക്കാനാവാത്ത പ്രതിസന്ധികളുടെയും നടുവിൽ നിൽക്കുന്നവർക്കും ഏക ആശ്വാസം ഈശോയാണ്, ഈ പരിശുദ്ധ കുർബാനയാണ്. ഈ ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞാൽ പരിശുദ്ധ കുർബാനയെ നമ്മൾ കാരികപുരവത്തോടെ എടുക്കാൻ തുടങ്ങും. പരിശുദ്ധ കുർബാനയെ കാരികപുരവത്തോടെ എടുത്താൽ ഈശോ നമ്മുടെ ജീവിതത്തെ കാരികപുരവത്തോടെ എടുക്കും. പരിശുദ്ധ കുർബാനയെ കാരികപുരവത്തോടെ എടുത്താൽ നമ്മുടെ പ്രാർത്ഥനകളെ ഈശോ കാരികപുരവത്തോടെ എടുക്കും. നമ്മുടെ പ്രതിസന്ധികൾക്ക് അവൻ പരിഹാരം തരും. കാരണം ഈശോ സർവശക്തനായ ദൈവമാണ്. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവം, ആ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും അപേക്ഷകളും ഈ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. പരിശുദ്ധ കുർബാനയ്ക്കായി നമ്മൾ ഒരുങ്ങുകയാണ്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഒരു സമൂഹം ഒന്നു ചേർന്നാണ് ഈ പരിശുദ്ധമായ ബലി അർപ്പിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഈ സമൂഹത്തിലായിരിക്കുന്ന അനേകരുടെ ആഗ്രഹങ്ങൾ, അവരുടെ കണ്ണുനീര്, അവരുടെ സങ്കടങ്ങൾ കർത്താവേ നീ കാണണമേ. ഒരേ മനസ്സോടെ ദൈവത്തിൽ ആശ്രയിച്ച്
അഗതികളായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് വർഷിക്കും. ഈ പരിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൽ വലിയ കൃപയുടെ നിമിഷങ്ങളായി മാറാൻ തീവ്രമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.